ഇതിലും കൂടുതൽ ആർ എസ് കാർ പാടുന്ന വന്ദേമാതരാണ്. അത് പാർലമെൻറ്റിൽ പാടുന്നില്ലേ? ഞങ്ങൾ തുടങ്ങിയതല്ല, ബി ജെ പിയുടെ കാലത്ത് തുടങ്ങിയതല്ല. ആർ എസ് എസിൻ്റെ എല്ലാ പരിപാടികളിലും ഞാൻ ആദ്യം കേൾക്കുന്ന അവസാനം കേൾക്കുന്നതും വന്ദേ മാതരമാണ്. അപ്പം വന്ദേ മാതരം പോലെ ഇവർ അത് പാടുന്നുണ്ട്. ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? ബി ജെ പി അതെ, ഇത് അംഗീകരിച്ചോളാനേ. നിങ്ങൾക്ക് അംഗീകരിക്കണമെങ്കിൽ അംഗീകരിച്ചോ. അല്ലല്ല, ഇവരൊക്കെ ഏറ്റെടുത്തോട്ടെന്ന്. ഇന്ന് നമുക്ക് പ്രശ്നമില്ല. നിങ്ങൾ ഏറ്റെടുക്കുന്നതിന് എനിക്കൊരു വിരോധമില്ലെന്നേ. നിങ്ങളല്ലെങ്കിൽ പറയണം ഏത് മനോരമ മാതൃഭൂമി, ഏതാ മാതൃഭൂമി അല്ലേ, പറയണം ഇത് തെറ്റാണ്. അത് പദാനുപതിവ് അതിനെ എടുത്തിട്ട് വ്യാഖ്യാനിച്ചിട്ട് ഓരോ ചാനലുകളും പറയുക ഇത് തെറ്റാണ്. അത് നിങ്ങൾ പറയണം. അത് ഓരോ ചാനലുകളും പറയുക ഇത് വായിച്ച് കേൾപ്പിച്ചിട്ട് ഇതിൻ്റെ സാഹിത്യം കേൾപ്പിച്ചിട്ട് ഇത് തെറ്റാണ് എന്ന് ജനങ്ങളോട് പറയണം. കുട്ടികളെ കൊണ്ട് പാടിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാമല്ലോ. എന്തുകൊണ്ടത് പറഞ്ഞുകൂടാ? എനിക്ക് പറയാനുള്ള പറഞ്ഞു. ഇനിയുള്ളത് മാധ്യമങ്ങൾ ഇതാ തെറ്റാണ്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇത് തെറ്റാണ്, മക്കളെ ഇത് തെറ്റാണ്, മാതാപിതാക്കളെ ഇത് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത് പാടിക്കരുതെന്ന് മാധ്യമങ്ങൾ ശക്തമായിട്ടുള്ള ചർച്ച ചെയ്യണം. എന്തിൽ മാത്രമേ ഇത് ഗുണം ചെയ്യുള്ളൂ. സർക്കാർ പരിപാടി അല്ലല്ലോ. അല്ലെന്ന്, സർക്കാർ പരിപാടി അല്ലെന്ന്. ഇതിപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടുന്ന് ഡെസ്കിൽ നിന്ന് എന്താ പറഞ്ഞിരിക്കുന്നത്? അതിങ്ങനെ പറഞ്ഞാൽ മതി. പൊതുപരിപാടി അല്ലെന്ന്, പൊതുപരിപാടി അല്ല, ചടങ്ങല്ലത്. കുട്ടികൾ പാടുകയാണ്, കുട്ടികൾ അത് ഇതുകൊണ്ട് പാടുകയാണ്. അത് കുട്ടികൾ പാടുന്ന കാണാം. നിൽക്കുന്ന നിങ്ങൾ ഇതുപോലെ തന്നെ വിമർശിക്കണം. ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയാൻ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെയും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യണം. ഇത് ഇട്ടിട്ട് പോകരുത്. അതായത് ഓരോ ലൈനും പാടി കേൾപ്പിച്ചിട്ട് ഇത് ചർച്ച ചെയ്യണം. നിയമസഭാ ഇലക്ഷൻ കഴിയുന്നതും വരെ എങ്കിലും ചർച്ച ചെയ്യണം. റെയിൽവേക്കാർ നോക്കിയപ്പം കുട്ടികൾ പാടുന്നു, അവരെടുത്തിട്ടു. അപ്പോൾ ഭയങ്കര വിമർശനം വന്നു. ഇപ്പോൾ ഇവരോർത്ത് എന്തോ കുഴപ്പമാണെന്ന്, മലയാളമല്ലേ. അത് കഴിഞ്ഞ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് അവരെടുത്തിട്ടു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ദിവസവും രാവിലെ ഒരു ദിവസം ഒരു 10 പ്രാവശ്യം എല്ലാ ചാനലുകളും ഈ പാട്ടിൻ്റെ സാഹിത്യം മുഴുവൻ കാണിച്ചിട്ട് നിങ്ങൾ അതിനെപ്പറ്റി വിമർശിക്കണം. അതായത് അങ്ങനെയാണല്ലോ ബി ജെ പി വളരുന്നത്. ഞാനത് ബി ജെ പി ഏറ്റെടുക്കുകയാണ്. ഞാൻ പഠിക്കല്ലേ. അല്ല, ഞാൻ ബി ജെ പിക്ക് ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് പരസ്യമായിട്ട്. അത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് രാവിലെ ഞാനിത് വായിക്കുന്നത് നിങ്ങളെ വിളിച്ചതിന് ശേഷമാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഞാൻ പരസ്യമായിട്ട് സ്റ്റേറ്റ് പ്രസിഡന്റിനോട് പോലും ചോദിക്കാതെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇത് ബി ജെ പിക്കാരന് എല്ലാ സ്റ്റേജിലും പാടണം. അത് ബി ജെ പി അംഗീകരിക്കുകയാണ് എങ്കിൽ, ഇതിപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞത്, ഞാനും പഠിക്കും. അപ്പോൾ അതിൻ്റെ എനിക്കൊന്നാമത് പാടാനറിയത്തില്ല, പിന്നെ അതിൻ്റെ പ്രാസമൊക്കെ ഒപ്പിച്ച് അതിൻ്റെ രീതിയൊക്കെ ഒപ്പിച്ച്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ നിയമസഭാ ഇലക്ഷൻ കഴിയുന്നിടം വരെയും ഇത് നിങ്ങളെടുത്തിട്ടൊരു മാധ്യമ ധർമ്മമില്ലേ, അത് നിങ്ങൾ ചെയ്യണം. ഇതിനെപ്പറ്റി പാടി കേൾപ്പിക്കണം. അതിനെതിരെ നിങ്ങൾ പ്രചരിപ്പിക്കണം. ഇത് ഭയങ്കര കുഴപ്പമാണെന്ന് പറയണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതിലെ മാധ്യമധർമ്മം. ഞാൻ എന്നും മാധ്യമത്തിൻ്റെ കൂടെയല്ലേ, എപ്പോഴും പറയാം. ഏതെങ്കിലും പരിപാടി വിജയം ഉണ്ടായാൽ ഞാൻ പറയാറില്ല അത് മാധ്യമത്തെ അഭിനന്ദിക്കണമെന്ന്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങളെ വിജയിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ല, അത് ഞാൻ പറഞ്ഞില്ല. ഈ കൈരളിയല്ലേ അത് പറയേണ്ടത്. കൈരളിയല്ലേ ഇതെടുത്തിട്ട് പറയേണ്ടത്. ഇതിൻ്റെ അകത്ത് ഇത് മുഴുവൻ RSS ആണ്, ഭയങ്കര കുഴപ്പമാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ നദികൾ ഉണ്ടെന്ന് പറയുന്നു, അതിൽ ഇവിടെ വൃക്ഷലതാദികളുണ്ടെന്ന് പറയുന്നു, അതിൽ നിന്ന് പൂവെടുക്കുന്നു എന്ന് പറയുന്നു, അത് അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറയുന്നു. ഇതൊക്കെ നമ്മൾ കൈരളി ചർച്ച ചെയ്യേണ്ടതാണ്. കൈരളി സഹായിക്കണം. വരികളിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലെങ്കിൽ പോലും വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു പാട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗണഗീതം വേറെ അല്ലെങ്കിൽ ഗ്രൂപ്പ് സോങ് ഇങ്ങനെ ഒരു പൊതുവേദിയിൽ പാടിക്കഴിഞ്ഞാൽ അത് പൊതുവേദിയല്ല, ഉദ്ഘാടന സ്ഥലത്തല്ലെന്നേ. അത് കുട്ടികൾ പാടിയതല്ലേ പൊതുവേദി. അതിൽ നിങ്ങൾ പറഞ്ഞ ഉദ്ഘാടന വേദിയിൽ കുട്ടികളെ വിളിച്ചിട്ട് പാടിച്ചു എന്ന് പറഞ്ഞിട്ടായാലും നിങ്ങൾ ചർച്ച ചെയ്യും. ഇത് കുട്ടികൾ സ്വാഭാവികമായിട്ട് പാടുന്നത് ട്രെയിനിൽ ഇരുന്നോട്ട് കുട്ടികൾ അവർക്കറിയാവുന്ന ഒരു പാട്ട് പാടി. സരസ്വതി വിദ്യാലയത്തിലെ കുട്ടികളാണ്. സരസ്വതി വിദ്യാലയം എല്ലാവർക്കും അറിയാവുന്നതാണ്. RSSന്റെ ഒരു ആയിക്കോട്ടെ. അല്ലെന്നേ, ആ കുട്ടികൾ അവർക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്ന, അമ്മയെ നമിക്കുന്ന ഒരു പാട്ട് അവർ പഠിപ്പിച്ചു. അപ്പോൾ അതെന്ന് പറയുന്നത്, ഈ ഗണഗീതം എന്ന് പറയുന്നത് എല്ലാവരും ഓർക്കുന്നത് വലിയ
വലിയ സംഭവമാണ്. ഇതൊരു ഗ്രൂപ്പ് സോങ് ആണ്. അങ്ങനെയാണെങ്കിൽ മിനിസ്റ്റർ പറയണം RSSന്റെ അല്ല എന്ന്. RSSന്റെ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മിനിസ്റ്റർ പറഞ്ഞു. ആര് പറഞ്ഞു? RSSന്റെ അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് ഈ പാട്ടറിയില്ല. ഞാൻ ആദ്യം ഒരു പാട്ട് ദേശീയ ഇതിലൊക്കെ കാണുന്നത് ശിവകുമാർ, അത് ആ വേണുഗോപാലിനോടൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇതിനായി ശിവകുമാറിനെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര കുഴപ്പമല്ലേ? ഗണഗീതമൊക്കെ പാടുന്ന ഒരാളെ പാർട്ടി വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാലേ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ആദ്യം ശിവകുമാറിനെതിരെ നടപടിയെടുത്തിട്ട് മാതൃക കാണിക്കണം. ഇത് അതുപോലെ നമ്മുടെ കൈരളി ചാനൽ എല്ലാ ദിവസവും ഇത് RSSന്റെ ഗീതമാണെന്ന് പറഞ്ഞുകൊണ്ട് പാടി കേൾപ്പിക്കണം. അപ്പോൾ BJPയുടെ എന്ന് പറഞ്ഞതിനെ കഴിഞ്ഞും കൂടുതൽ RS എന്നാണല്ലോ നിങ്ങൾ. ഇപ്പോൾ RSSന്റെ ഗീതമാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും പാടി കേൾപ്പിക്കണം എന്നാണ്, ശക്തമായിട്ട് എതിർക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് അവർക്കറിയില്ലെന്നേ, മലയാളം അവിടെ ഇരിക്കുന്നവർക്ക് അറിയില്ലല്ലോ. കുട്ടികൾ പാടുന്നു, അവരെടുത്തിട്ടു. കുട്ടികളല്ലേ പാടുന്നത്, കുട്ടികളുടെ ഏതോ പാട്ട് പാടും. ഭയങ്കര ബഹളം, ഇത് ഭയങ്കര രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്ന് അവർ പേടിച്ചു പോയത്. എന്താ സംഭവം? അത് കഴിഞ്ഞ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് അവർക്ക് പിടികിട്ടിയത്. അവർക്കും ഉണ്ടല്ലോ ഈ മീഡിയ ടൈമും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് പറ്റിയതാണ്. പക്ഷേ നിങ്ങൾ വിടരുത് അത്. അങ്ങനെ അത് ഇട്ട് കഴിഞ്ഞാൽ മാധ്യമങ്ങൾ വിടുന്ന ഇത് നിയമസഭാ ഇലക്ഷൻ കഴിയുന്നിടം വരെ ശക്തമായിട്ടുള്ള ചർച്ച. മതി ഞാനിത്